ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഹോം മെയ്ഡ് കാച്ചെണ്ണയാണ്. പണ്ട് കാലത്ത് അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ കാച്ചി എണ്ണ തേച്ചിരുന്നത് ഇങ്ങനെയാണ്. ആഴ്ചയിൽ നമ്മളെല്ലാവരും ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് മസാജ് ചെയ്ത് കുളിക്കേണ്ടതാണ്. അത് തലമുടിക്ക് അത്യന്താപേക്ഷിതമാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. കറ്റാർ വാഴ 2 പീസസ് എടുക്കേണ്ടതാണ്. ഇതിൻ്റെ സൈഡിലുള്ള മുള്ളുള്ള ഭാഗമൊക്കെ കത്തി വെച്ച് പോക്കിയിട്ട് അതിൻ്റെ തൊലിയും പോക്കാം. അതിനുശേഷം പൾപ്പ് എടുക്കേണ്ടതാണ്. പൾപ്പ് എടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു മഞ്ഞ ദ്രാവകം വരും, അത് കളയേണ്ടതാണ്. നീലാമരി 1/2 കപ്പ് എടുക്കേണ്ടതാണ്. പേരയില 1/2 കപ്പ്. ഇതൊക്കെ അരച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. കയ്യോന്നിയുടെ ഇല 1/2 കപ്പ്. ഇത് പാടങ്ങളിലൊക്കെ കാണാവുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില 1 കപ്പ് വേണ്ടതാണ്. 1/2 കപ്പ് തുളസി ഇല എടുക്കാം. കാസ്റ്റർ ഓയിലും നല്ലെണ്ണയും കയ്യോന്നി നീലമരി ഇതൊക്കെ മുടിക്ക് നല്ല കളർ കിട്ടുന്ന സാധനങ്ങളാണ്. ഉണക്കനെല്ലിക്ക 1/4 കപ്പ്. ഉലുവ പൊടിച്ചത് 1/4 കപ്പ്. പച്ചക്കർപ്പൂരം 1 ടേബിൾ സ്പൂൺ. കുരുമുളക് 1 ടേബിൾ സ്പൂൺ. ജീരകം, ആവണക്കെണ്ണ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ ഇതേമാതിരിലത്തെ 1 കുപ്പി എടുക്കേണ്ടതാണ്. നല്ലെണ്ണ 250 ഗ്രാം. പിന്നീട് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കേണ്ടതാണ്. 500 ഗ്രാം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആട്ടിയിട്ടുള്ള മില്ലിൽ നിന്നൊക്കെ ഉള്ള വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഓയിലിൽ അവസാനമായി ചേർക്കുന്നത് പച്ചക്കർപ്പൂരമാണ്. അപ്പോൾ മുടിക്ക് നല്ലൊരു മണം കൂടി കിട്ടുന്നതാണ്. കറ്റാർ വാഴ മുടിക്ക് നല്ലൊരു കൂളിംഗ് പ്രോപ്പർട്ടി നൽകുന്നു. ഉലുവ നല്ലൊരു ആൻറ്റി ബാക്ടീരിയലാണ്. നെല്ലിക്കയിൽ വൈറ്റമിൻ സി, കരാട്ടിനൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നു. കറിവേപ്പിലയിൽ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉണ്ട്. ഡാൻഡ്രഫ് തീരെ വരില്ല കറിവേപ്പില കൂടി ചേർക്കുകയാണെങ്കിൽ. വേപ്പില മുടി കൊഴിയുന്നത് തടയുന്നു. ആദ്യം തന്നെ കറ്റാർ വാഴയുടെ ജെല്ലെടുക്കാം. അതിനുവേണ്ടി ഇരുവശങ്ങളിലുമുള്ള ആ മുള്ളുള്ള ഭാഗം ഒന്ന് ചെത്തി മാറ്റാം. എന്നിട്ട് അതിൻ്റെ തോല് നീക്കം ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ചെരിച്ച് നിർത്തുകയാണെങ്കിൽ അതിൻ്റെ മഞ്ഞ പൾപ്പ് ഉറ്റുറ്റി പോകുന്നതാണ്. അതിനുശേഷം ഇതിലുള്ള ദശക്കട്ടിയുള്ള ആ ഭാഗം നമുക്ക് എടുത്തു മാറ്റിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇതിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടാവണമെന്നില്ല. പക്ഷേ നമുക്ക് കിട്ടുന്നപ്പോൾ നമ്മുടെ മുറ്റത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈ ഓയിൽ തയ്യാറാക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വേപ്പില. ഇനി ഇത് തയ്യാറാക്കിയെടുക്കാം. ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഇത് തയ്യാറാക്കേണ്ടത്. ആദ്യം തന്നെ 1/2 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറ്റാർ വാഴയുടെ ജെല്ലിലാണ് കറിവേപ്പില, പേരക്കയുടെ ഇല, തുളസി, നീലമരി എന്നിവ അരച്ച് ചേർക്കുന്നത്. വേപ്പിലയും കയ്യോന്നിയും ലാസ്റ്റ് നല്ലെണ്ണയിലാണ് കാച്ചി തയ്യാറാക്കുന്നത്. എണ്ണ നന്നായിട്ട് തിളച്ച് വരണം. ഇത് നന്നായിട്ട് എണ്ണ തിളച്ച് വരട്ടെ കേട്ടോ. ഇനി ഇത് മൂത്ത് വരുമ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് കിട്ടുന്നതാണ്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നെല്ലിക്ക മിക്സ് ചെയ്ത് കൊടുക്കാം. അതേമാതിരി ഉലുവാപ്പൊടി, കുരുമുളക് പൊടി ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. നെല്ലിക്ക നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നെല്ലിക്കാപ്പൊടി നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്, അതുപയോഗിക്കാം.
എണ്ണ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നോക്കുന്നത് വെച്ചാൽ ഇതൊന്ന് തൊട്ട് നോക്കുക. അപ്പോൾ മണൽത്തരി പോലെ ആയിട്ടുണ്ടാകും. ഇനി ഓട്ടയുള്ള ഒരു കോരി വെച്ച് ഇതൊന്ന് മാറ്റിയെടുക്കാം. ഇതിന് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു തരിപ്പയിലിട്ട് വെച്ചാൽ മതി. എണ്ണ നന്നായിട്ട് അതിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നതാണ്. എണ്ണ കാച്ചുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ എണ്ണയും ഒരുമിച്ചെടുത്ത് കാച്ചി വെക്കരുത്, അത് പതഞ്ഞു പോകുന്നതാണ്. ബാക്കിയുള്ള എണ്ണ ഇതേമാതിരി നല്ല വൃത്തിയുള്ള ഒരു തുണി ഒരു ബൗളിൽ കെട്ടിയ ശേഷം, ഒരു കുപ്പിയിലോ എന്തിലേയും കെട്ടിയ ശേഷം ഇതേമാതിരി ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെ 250 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കയ്യോന്നിയും വേപ്പില അരച്ചത് 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്ത മാതിരി തന്നെ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലുള്ള ഭാഗം എടുത്ത് മാറ്റാം. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു തരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ഒലിച്ചിറങ്ങുന്നതാണ്. ബാക്കിയുള്ളത് നേരത്തെ നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായി പച്ചക്കർപ്പൂരം ചേർത്ത് കൊടുക്കാം. ഏറ്റവും അവസാനമായി ആവണക്കെണ്ണ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കുപ്പിയാണ് കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇതേമാതിരത്തെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഹെർബൽ ഓയിൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു മാറ്റാം. ഈ പച്ചക്കർപ്പൂരം ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് അലിഞ്ഞ് എണ്ണയിലേക്ക് ഇറങ്ങിക്കോളും. ഇത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം നിങ്ങൾ തേക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ സമ്പൂർണ്ണമായിട്ട് മാറുന്നതാണ്. അതേമാതിരി ഡാൻഡ്രഫിൻ്റെ ശല്യവും തീരെ ഉണ്ടാകില്ല. എല്ലാവരും ഈ എണ്ണ ഒന്ന് കാച്ചിയിട്ട് ഒന്ന് തേച്ച് നോക്കണം. എന്നിട്ട് റിസൾട്ട് പറയണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.